ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയാണ് അല്ലേ, നമ്മുടെ ക്വാർട്ടർലി എക്സാം ആണ്. അപ്പോൾ നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഉദ്ഗ്രഥനത്തിൻ്റെ, മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനമായിരിക്കും. അപ്പോൾ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഒരുപാട് വലിയ ക്ലാസ് ഒന്നും അല്ലാട്ട് ചെറിയ ചെറിയ ക്ലാസ് ആണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്ര പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ചോദ്യ പേപ്പർ. നമ്മുടെ 2025-26 മാതൃകാ ചോദ്യ പേപ്പറാണിത്, ഉദ്ഗ്രഥനത്തിൻ്റെ. അപ്പോൾ എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്? 5 ആക്ടിവിറ്റീസ് ആണ്. 5 ആക്ടിവിറ്റീസ്. അപ്പോൾ 1ാം ദിവസത്തെ ക്ലാസ് ആണിത്. ഇതുപോലെ 2ാം ദിവസത്തിനും ഇൻ്റഗ്രേഷൻ ഉണ്ട് എക്സാം. അപ്പോൾ 1ാം ദിവസത്തെ ക്ലാസ് അത്. അപ്പോൾ 1ാം ദിവസത്തിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ്, ഏതൊക്കെ ഗ്രേഡാണ്, അതൊക്കെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജിൽ എഴുതാനുള്ളത്. ഗ്രേഡ് കിട്ടുന്നൊക്കെയാണ്. അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. 1ാം ദിനത്തിൽ ഫസ്റ്റ് പേജ് നമുക്ക് കാണുന്നത് എന്താ? മൂല്യനിർണ്ണയ തരം എന്ന് വെച്ചാൽ എന്താ? നമുക്കത് ജസ്റ്റ് നമുക്ക് ഗ്രേഡ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അതാണ് മൂല്യനിർണ്ണയ തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിറം കൊടുക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ചിത്രം തരും, അതെന്ത് ചെയ്യണം? നിറം കൊടുക്കുക. അപ്പോൾ നിറം കൊടുക്കുമ്പോൾ വളരെ സിമ്പിളാണ്, കരുതരുത്. നല്ല നല്ല നിറങ്ങൾ കൊടുക്കുമ്പോൾ കളർ എന്ത് ചെയ്ത് വരകൾക്ക് പുറത്തൊന്നും പോകാതെ വൃത്തിയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത്? കുറേ പൂക്കളും മലയും മേഘങ്ങളും മരങ്ങളും പൂമ്പാറ്റയും പിന്നെ പൂമ്പാറ്റ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രവർത്തനം എന്താ നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. എന്താണ് വായിക്കാം? അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ചെറിയൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലിയർ ആയിട്ട്, ചോദ്യ പേപ്പർ അത്ര ക്ലിയർ അല്ല, അപ്പോൾ വായിക്കാം, അത് ശ്രദ്ധിക്കുക. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിത്രത്തിലെ അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളെയും കണ്ടില്ലേ? അപ്പോൾ അമ്മ പൂമ്പാറ്റ പറയാണ് നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ എങ്ങനെയാണ് മഴയത്ത് തേൻ കുടിക്കാൻ പോവുക എന്ന് ആരാ പറയണത്? അമ്മ പൂമ്പാറ്റ. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു, മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിൽ എത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ, പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനുങ്ങ അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം, എന്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ഇതാണ് ചെറിയൊരു കഥ അല്ലെ. ഇനി ഈ കഥയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കാണുന്ന ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാ വീട്ടിലെത്താൻ സഹായിച്ചെന്ന് പറയൂ? മിന്നാമിനുങ്ങ്. 2ാമത്തെ ചോദ്യം, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? പേടിച്ചിട്ട് കരയാൻ തുടങ്ങി അല്ലേ? കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. അടുത്ത ചോദ്യം, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകൾ. 4ാമത്തെ ചോദ്യം, എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? എങ്ങനെ പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ അല്ലേ? താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിന്റെ സഹായം, തളിരിലകൾ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പേരാണോ ഈ കഥയ്ക്ക് യോജിച്ചായി തോന്നുന്നത് അതെടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. നമ്മൾ എഴുതിയിരിക്കുന്നത് മിന്നാമിനുങ്ങിന്റെ സഹായം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ പ്രവർത്തനം ഒന്നും മനസ്സിലായില്ല. ഇതുപോലെ ഒരു ചെറിയൊരു കഥ തന്നിട്ട് ആ കഥ വായിച്ചിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തരും. അപ്പോൾ അതിന് ഉത്തരം കഥയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വൃത്തിയായിട്ട് വായിച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്ത പ്രവർത്തനം 2, സംഭാഷണം. പൂന്തോട്ടത്തിൽ എത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? സംഭാഷണം എഴുതുക. അതായത് മിന്നാമിനുങ്ങും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. കുഞ്ഞു പൂമ്പാറ്റയും മിന്നാമിനുങ്ങും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റകൾ കരയാണല്ലേ. അപ്പൊ മിന്നാമിനുങ്ങ് ഒന്ന് ചോദിച്ചു, എന്താ കരയുന്നത്? അപ്പൊ കുഞ്ഞു പൂമ്പാറ്റ പറയാണ്, നേരം ഇരുട്ടായി. അപ്പൊ മിന്നാമിനുങ്ങ് എന്ത് പറയും? അതിനെന്താ? കുഞ്ഞു പൂമ്പാറ്റ, ഇരുട്ട് പേടിയാ, ഞങ്ങൾ എങ്ങനെ വീട്ടിലെത്തും? മിന്നാമിനുങ്ങ്, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം, എന്റെ പിന്നാലെ വന്നോളൂ. കുഞ്ഞു പൂമ്പാറ്റ, മിന്നാമിനുങ്ങേ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണം എഴുതാൻ പറഞ്ഞത്? കുഞ്ഞു പൂമ്പാറ്റയും മിന്നാമിനുങ്ങും. ഇപ്പൊ സംഭാഷണം എന്ന ചോദ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം
ക്ലാസ് നമുക്ക് ഇന്റഗ്രേഷൻ വരാൻ സാധ്യതയില്ല. നമ്മുടെ ഉദ്ഗ്രഥനത്തിൽ നമുക്ക് മലയാളവുമായി റിലേറ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സംഭാഷണം. അപ്പൊ സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എന്താണ് വിഷയം, അതുമായി ബന്ധപ്പെട്ട സംഭാഷണം എഴുതണം കേട്ടോ. അതുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഇവിടെ കുഞ്ഞിപ്പൂമ്പറ്റി മിന്നമിനുങ്ങും നമ്മുടെ സംഭാഷണമാണ് അല്ലെ, വളരെ ചെറിയൊരു സംഭാഷണമാണ്. അടുത്തത് പ്രവർത്തനം 3 ഡയറി എഴുതാം. ആരുടെ ഡയറി എഴുതാൻ പറയുന്നത്? അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? അമ്മ പൂമ്പാറ്റ. അപ്പൊ നോക്കൂ, ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് ആ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് അല്ലേ. ആദ്യം കണ്ട ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ അതാണ് കാരണം. ആ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അമ്മ പൂമ്പാറ്റ കുഞ്ഞുങ്ങളും വീട്ടിലെത്തി. അപ്പൊ എന്ത് ചെയ്യണം? അമ്മ പൂമ്പാറ്റ നടന്ന കാര്യങ്ങളെല്ലാം ഡയറിയിൽ എഴുതണം. ഡയറി എഴുതുന്നത് ശ്രദ്ധിക്കണം, തീയതിയും ദിവസവും ഫസ്റ്റ് എഴുതണം. അതിനുശേഷമാണ് എന്ത് എഴുതേണ്ടത്? വിഷയം എഴുതേണ്ടത്. ഒരുപാട് വലുതായിട്ട് എഴുതിയില്ലെങ്കിലും വിഷയം ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ അമ്മ പൂമ്പാറ്റ ഡയറി എഴുതിയിട്ട് തീയതി എഴുതിയിട്ട് അതിന് വിഷയം എഴുതുക. പിന്നെ ഈ മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. ഭയവും സന്തോഷവും എല്ലാം കൂടി കലർന്ന ഒരു ദിവസം.
reaction